അപ്പം ഞാൻ ഇന്ന് കീഞ്ഞൊരുങ്ങി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തപ്പനും ഗുളികനും കാണാനാണ്. ഏടിയാന്നല്ലേ, എൻ്റെ അച്ഛൻ വളർന്ന, അതേപോലെ തന്നെ അച്ഛൻ്റെ അച്ഛനൊക്കെ വളർന്ന സ്വന്തം തറവാട്ടിലേക്കാണേ പോകുന്നത്. അപ്പോൾ അവിടെ മൂത്തച്ഛൻ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് മുത്തപ്പനും അതേപോലെ തന്നെ ഗുളികൻ ദൈവവും കൊല്ലത്തിൽ കഴിക്കുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടായിന്, അങ്ങനെ ഞാനും പോയി. അപ്പോൾ ഒരുപാട് ഫാമിലീസിനെല്ലാം കാണാൻ പറ്റി, അവരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ചങ്ങായിമാരും പിന്നെ ഏട്ടന്മാരുടെ ചങ്ങായിമാരെല്ലാം ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാരും കുടുംബങ്ങളെല്ലാം ഒന്നിച്ചൊരു ദിവസം തന്നെ പറയുക. അങ്ങനെ നമ്മളെ പൂവത്താടത്ത് ഫാമിലിയിലാണ് കേട്ടോ ഈ സംഭവം നടക്കുന്ന തെയ്യം. അപ്പോൾ പൂവത്താടത്ത് ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുത്തപ്പനും പൈസ കൊടുത്ത്, അതിനുശേഷം ഇതാ നമ്മളെ പുറങ്കാലനായ ഗുളികൻ ദൈവത്തിന് ഞാൻ പൈസ കൊടുത്തു കേട്ടോ. അപ്പോൾ ദൈവത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ദൈവം കേട്ടിട്ടുണ്ട്, എന്നോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, എനിക്ക് അതിൽ തന്നെ സന്തോഷമായി. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തിനാണ് നീ വിഷമിക്കുന്നതെന്നെല്ലാം ചോദിച്ച്. അപ്പോൾ അവിടുന്ന് ആൾക്കാരെല്ലാം നോക്കുന്നുണ്ടായിനി. അപ്പോൾ എനിക്ക് സങ്കടം കരയണോ വേണ്ടയോ ഒന്നും തിരിയുന്നില്ല. എനിക്കങ്ങ് സങ്കടം ഞാൻ ഉള്ളിൽ ഒതുക്കി, ഞാനൊരു ചെറു പുഞ്ചിരിയോടെ ഞാൻ ആ സങ്കടം മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. തെയ്യം ഇങ്ങനെയെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ. അപ്പോൾ അപ്പനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ